ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് പൊറോട്ടയും ബീഫ് കറിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു കിടിലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സ്നാക്സിനോ അല്ലെങ്കിൽ ഡിന്നറിനോ എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് 3 പൊറോട്ട എടുത്തിട്ടുണ്ട്. 3 പൊറോട്ട ഇതേപോലെ കൈവശമൊന്ന് നുള്ളിയെടുക്കുക, അതൊന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സവാള അരിഞ്ഞത്, പച്ചമുളകാണ്, അതും കൂടി ഒന്ന് മാറ്റി വെക്കുക. ഇനി ആദ്യം തന്നെ പാൻ ഒന്ന് ചൂടാക്കി എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് പെരുംജീരകവും നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കൂടി ചേർക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത ചില്ലിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ബീഫ് കറിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ബീഫ് കറി ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടി ചേർക്കാം കേട്ടോ, കുറച്ച് മാത്രം വെള്ളം കൂടി ചേർക്കുക. അന്ന് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊറോട്ടയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും. വേണമെങ്കിൽ ഇതിന് കൂടെ മല്ലിയില ചേർക്കാം. അപ്പോൾ ഇത് നമ്മുടെ പൊറോട്ട മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ചെറിയ രീതിയിൽ ഉപ്പ് കുറവായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ബീഫ് കറിയിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തില്ല. ഇനി എല്ലാവർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എല്ലാം ഒന്ന് പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് നമ്മളിത് എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.